കാർബണേറ്റഡ് കോമ്പൗണ്ട്സിലെ ഡോട്ട് സ്ട്രക്ചർ ഇന്ന് നമ്മൾ നോക്കാം. ഈ ഡോട്ട് സ്ട്രക്ചർ എക്സാമിന് 2 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോർമൽ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാം. നോർമൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും ബോണ്ട് യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും അതിൽ ബോണ്ട് വരാൻ പാടില്ല, നമ്മൾ ഡോട്ട് മോഡൽ ഇട്ട് വരയ്ക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ CH4ന്റെ പേര് നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 ആണ്. അപ്പൊ 1 വന്നത് കൊണ്ട് തന്നെയാണ് മീത്തൈൻ. ANE വരും, കാരണം സിംഗിൾ ബോണ്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ മീത്തൈൻ. ഇത് നമ്പർ ഓഫ് കാർബൺ ആറ്റം 2 ആണ്. ഇത് വന്ന് നമുക്ക് ആൽക്കീൻ ഇക്വേഷനിലാണ് സാറ്റിസ്ഫൈ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈത്തീൻ എന്ന് പറയാം. ENE വരും, ലാസ്റ്റ് ENE. ഓക്കെ, മീത്തൈനും ഈത്തീനും. ഇനി ഇതിന്റെ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പറയും. നോർമൽ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ കാർബൺ വരയ്ക്കുക, ബോണ്ടിങ് കൊടുത്തങ്ങ് വരയ്ക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഡോട്ട് സ്ട്രക്ചർ ആയിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. ഈ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറയുമ്പോഴത്തേനും എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ഉണ്ട്. ആ 1 കാർബൺ വരയ്ക്കുക. നമുക്കറിയാം കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോഴത്തേനും 6 ആണ്. അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് തന്നെ K ഷെല്ലില് 2 ഇലക്ട്രോൺ, L ഷെല്ലില് 4 ഇലക്ട്രോൺ, 2 + 4 6 ആവും. അപ്പം ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ കാർബണിന്റെ സറൗണ്ടിങ്സിൽ നമ്മൾ 4 ഇലക്ട്രോൺ വരയ്ക്കുക. 4 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഡോട്ട് വെച്ചോ അല്ലെങ്കിൽ ഒരു ഇൻറ്റു വെച്ചോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡോട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിന് നമുക്ക് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് നമുക്ക് 4 ഡോട്ട് അങ്ങ് കൊടുക്കാം. ആ ഡോട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് ഡാർക്കനിങ് ചെയ്ത് വരയ്ക്കാം, എങ്കിലേ നമുക്ക് അത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം 4 ഡോട്ട്, 3, 4 ഡോട്ട് ഞാൻ വരച്ചു. ഇനി ഈ കാർബണിനെ സറൗണ്ട് ചെയ്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. അപ്പൊ 1 ഹൈഡ്രജൻ ഞാൻ ഇവിടെ വരച്ചു, ഇനി 1 ഹൈഡ്രജൻ ഇവിടെ വരച്ചു, വേറൊരു ഹൈഡ്രജൻ ഇവിടെ വരച്ചു, ഇനി 1 ഹൈഡ്രജൻ ഇവിടെ വരച്ചു. 4 ഹൈഡ്രജനും വരച്ചു. ഇനി ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ 1 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഈ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പറിനെ ഞാൻ ഹൈഡ്രജന്റെ അടുത്തായിട്ട് വരയ്ക്കുക. അതിനെ ഞാൻ ഒരു ഇൻറ്റു വെച്ച് വരച്ചു. കാരണം ഓൾറെഡി ഞാൻ ഇവിടെ ഡോട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെയും ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ആറ്റത്തിനെ നമ്മൾ ഡോട്ട് വെച്ച് വരയ്ക്കുക, ഇനി ഒന്നിനെ നമ്മൾ ഇൻറ്റു മാർക്ക് കൊണ്ട് വരയ്ക്കുക. അതേപോലെ ഈ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺ. ഈ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, 1 ഇലക്ട്രോൺ. ഈ ഹൈഡ്രജന്റെ സൈഡിലും 1 ഇലക്ട്രോൺ. നമുക്കറിയാം ഹൈഡ്രജന് ഓൾറെഡി 1 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ അതിന്റെ ബാലൻസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്, അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അതിന് 1 ഇലക്ട്രോൺ കൂടെ വേണം, അല്ലെ? K ഷെല്ലിൽ 2 അല്ലേ? അപ്പോൾ ഓൾറെഡി 1 ഉണ്ട്. അപ്പോൾ 1 കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. അപ്പൊ ഈ ഹൈഡ്രജൻ എന്തോ ചെയ്യും? അടുത്ത ആരെങ്കിലും ഉണ്ടോ, അടുത്ത ഏതെങ്കിലും ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർ ഇലക്ട്രോൺസ് വന്ന് ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയും. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇവന് 1 ഉണ്ട്, അപ്പൊ അടുത്തവന്റെ 1 വാങ്ങിക്കും. സപ്പോസ് അടുത്തവന് 1 കുറവാണെങ്കിൽ ഇവ 1 കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങുന്ന പറയുന്ന പേരാണ് ഷെയറിങ്. അപ്പൊ ഇങ്ങനെ ഷെയറിങ് വെച്ചിട്ട് ഒരു ബോണ്ടിങ് ഫോം ചെയ്താൽ ആ ബോണ്ടിങ്ങിനെ നമുക്ക് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയാം. അപ്പൊ ഈ ഹൈഡ്രജന് ഇവിടെ ഓൾറെഡി ഹൈഡ്രജന്റെ കയ്യിൽ 1 ഉണ്ട്. അപ്പൊ അടുത്ത 1 ഇരിപ്പുണ്ട്. അത് ആരതാണ്? കാർബണിന്റെയാണ്. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ആ 1 ഇലക്ട്രോൺ അങ്ങ് ഷെയർ ചെയ്തെടുക്കും. അപ്പൊ ഇത് ഹൈഡ്രജൻ 2 ആയോ? സ്റ്റേബിൾ ആയി. അതേപോലെ ഈ ഹൈഡ്രജനും അടുത്തിരിക്കുന്നവന്റെ 1 അങ്ങ് ഷെയർ ചെയ്തെടുക്കും. ഇതും ഇതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഹൈഡ്രജൻ വന്ന് എല്ലാ ഹൈഡ്രജനും 2 ഇലക്ട്രോൺസ് ആയി. ഹൈഡ്രജൻ വന്ന് സ്റ്റേബിൾ ആയി. ഇനി അടുത്ത് നമ്മൾ കാർബൺ നോക്കുക. കാർബണിന് ഓൾറെഡി 1, 2, 3, 4 ഉണ്ട്. 4 കാർബണിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി കാർബണിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കൂടെ വേണം. 4 കൂടെ വാങ്ങുമ്പോഴത്തേന് കാർബൺ 8 ആവും, അല്ലേ? അപ്പൊ ഈ കാർബൺ 4 ഉണ്ട്. അപ്പൊ ഈ 4 വാങ്ങാനുള്ള പ്ലാനിങ്ങിൽ നോക്കും. കാർബൺ നോക്കുമ്പോൾ അടുത്ത 4 ഹൈഡ്രജൻ ഇരിക്കുന്നുണ്ട്. ഈ 4 ഹൈഡ്രജന്റെ കയ്യിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ആ 4 ഇലക്ട്രോൺ കൂടെ വാങ്ങിക്കഴിയുമ്പോഴത്തേനും കാർബൺ 8 ആവൂലേ? ആവും. അപ്പൊ ഈ കാർബൺ വന്നിട്ട് ഈ ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ, ഈ ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ, ഈ ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ, ഇങ്ങനെ 4 ഹൈഡ്രജന്റെ കയ്യിൽ നിന്ന് 4 ഇലക്ട്രോൺ വാങ്ങിയിട്ട് കാർബൺ വന്ന് സ്റ്റേബിൾ ആവും. ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ്
ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഡോട്ട് സ്ട്രക്ചർ ഒക്കെ വരയ്ക്കുമ്പോഴത്തേനും പെൻസിലൊക്കെ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് വരയ്ക്കുക. പെന്നൊന്നും യൂസ് ചെയ്യില്ല. പെന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ പാടായിരിക്കും. അപ്പൊ പെൻസിലൊക്കെ യൂസ് ചെയ്ത് മാക്സിമം നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കാണാനൊരു ഭംഗി വേണം. റൗണ്ട് ഷേപ്പിൽ മാക്സിമം തെറ്റാതെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇതാണ് മീഥേന്റെ ഡോട്ട് സ്ട്രക്ചർ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈഥീന്റെ ഡോട്ട് സ്ട്രക്ചർ നോക്കാം. ഈ ഈഥീന്റെ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പൊ 2 കാർബൺ വരയ്ക്കുക. 2 കാർബൺ വരച്ചു. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ 4 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, 4 ഹൈഡ്രജനെയും വരച്ചു കഴിഞ്ഞു. ഇനി ഈ കാർബൺ വന്നിട്ട് കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 6 ആയതുകൊണ്ട് തന്നെയാണ് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 4 ഇലക്ട്രോൺ. അപ്പൊ 4 കാർബണിന് ചുറ്റും 4 ഇലക്ട്രോൺ വരയ്ക്കുക. 1, 2, 3, 4. ഞാൻ ഈ ഇലക്ട്രോൺ ഇവിടെ വരയ്ക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു എലമെന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ ഇവിടെ വേറെ എലമെന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ 4 സൈഡ് ഇങ്ങനെ വരച്ചത്. ഈ സൈഡിൽ വേറൊരു എലമെന്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ 2നെ ഈ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇവിടെയും ഇവിടെയായിട്ട് ഇൻക്ലൂഡ് ചെയ്തു. 1, 2. അപ്പൊ കാർബൺ 1, 2, 3, 4 ആയി. അതേപോലെ ഈ കാർബൺ 1, 2, 3, 4. കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ഹൈഡ്രജനെ ഞാൻ ഇൻഡു മാർക്ക് വെച്ച് ഡിനോട്ട് ചെയ്തു. 1, ഈ ഹൈഡ്രജന് 1, ഇവിടെ 1, ഇവിടെ 1. ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെ? ഇതൊക്കെ നമ്മൾ മറക്കരുത്. കാർബണിന്റെ എപ്പോഴും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 തന്നെയാണ് പറഞ്ഞത്. അതേപോലെ ഹൈഡ്രജന് 1 തന്നെയാണ്. കാർബണിന്റെ ഹൈഡ്രജന്റെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി, നമുക്ക് ഡോട്ട് സ്ട്രക്ചർ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി ഈ കാർബണിന് ഹൈഡ്രജൻ ഓൾറെഡി 1 ഉണ്ട്. ഇനി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് 1 കൂടെ വേണം. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും? അടുത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കും. ഷെയറിങ്ങിന് റെഡി ആയിട്ടിരിക്കും. അപ്പൊ അടുത്തുള്ളവന്റെ അങ്ങോട്ട് ഷെയർ ചെയ്തെടുക്കും. എന്താ, ഹൈഡ്രജന് 2 കിട്ടി. ഹൈഡ്രജൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞു. അതേപോലെ ഈ ഹൈഡ്രജനും അടുത്ത ഒരു ഇലക്ട്രോൺസ് ഷെയർ ചെയ്തെടുക്കും. ഈ ഹൈഡ്രജനും ഷെയർ ചെയ്ത് 2 ഇലക്ട്രോൺ കിട്ടി. ഹൈഡ്രജനും സ്റ്റേബിൾ ആയി. അതേപോലെ തന്നെയാണ് ഈ ഹൈഡ്രജനും, അതേപോലെ തന്നെയാണ് ഈ ഹൈഡ്രജനും. അപ്പൊ ഹൈഡ്രജൻ എല്ലാം 2 ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബൺ നോക്കുക. കാർബൺ ഓൾറെഡി 1, 2, 3, 4 എണ്ണം അവന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി എത്ര എണ്ണം വേണം? 4 എണ്ണം കൂടെ വേണം. അപ്പൊ 4 എണ്ണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ആറ്റത്തിനെ നോക്കുമ്പോഴത്തേനും ഇവിടെ 1 ഇരിപ്പുണ്ട്, ഇവിടെ 1 ഇരിപ്പുണ്ട്. അപ്പൊ ഇത് 2 ഷെയർ ചെയ്ത് കിട്ടുമ്പോഴത്തേനും ഓൾറെഡി 4 എണ്ണം കയ്യിൽ ഇരിപ്പുണ്ട്. 5, 6. 6 എണ്ണല്ലേ ആവുള്ളൂ. പക്ഷെ എത്ര എണ്ണം വേണം? 8 എണ്ണം വേണ്ടേ? സ്റ്റേബിൾ ആവാൻ വേണ്ടി 8 എണ്ണം വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന 2 എണ്ണത്തിന് ആദ്യം അങ്ങ് എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് എടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ 6 എണ്ണേ ആവുള്ളൂ. ഇനി 2 എണ്ണം വേണം. കണ്ണെങ്ങോട്ട് പോവും? അടുത്ത ആരെങ്കിലും ഉണ്ടോ അവന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം അങ്ങോട്ട് വാങ്ങിക്കും. മനസ്സിലായോ? ഷെയറിങ്. തൊട്ടടുത്തിരിക്കുന്നവന്റെ നിന്ന് ആദ്യം എടുക്കും, അത് കഴിഞ്ഞിട്ട് അടുത്തിരിക്കുന്നവന്റെ നിന്ന് എടുക്കും. അപ്പൊ ഈ കാർബണിന് 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ആയി കാർബൺ. ഈ കാർബൺ സ്റ്റേബിൾ ആയി. ഇനി അടുത്ത് ഇവന്റെ കാര്യം എടുക്കുക. ഇവന് ഓൾറെഡി അടുത്ത് നോക്കുക. 1, 2, 3, 4, 5, 6. 6 എണ്ണം അവന്റെ സറൗണ്ടിങ്സിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി 2 എണ്ണം ഇവനും വേണം. അപ്പൊ ഇവ എന്ത് ചെയ്യും? ഇവന്റെ അടുത്ത് വരും. അവിടുന്ന് ഒരു 2 എണ്ണം എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് ഇവനും അങ്ങോട്ട് സ്റ്റേബിൾ ആണ്. വരയ്ക്കുമ്പോൾ നല്ല റൗണ്ട് സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിന് ഈ കാർബണിനും 6 ഇലക്ട്രോൺ കിട്ടി, 8 ഇലക്ട്രോൺസ് കിട്ടി. ഈ കാർബണിനും 8 ഇലക്ട്രോൺസ് കിട്ടി. 2 കാർബണും സ്റ്റേബിൾ ആയി. ഹൈഡ്രജന്റെ കയ്യിലും 2 ഇലക്ട്രോൺസ് ആയി. ഹൈഡ്രജനും സ്റ്റേബിൾ ആയി. അപ്പൊ എല്ലാം സ്റ്റേബിൾ ആയി. ഈ ഒരു സ്ട്രക്ചറിന് നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് ഡോട്ട് സ്ട്രക്ചർ. അപ്പൊ ഡോട്ട് സ്ട്രക്ചർ നിങ്ങൾക്ക് എക്സാമിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈസിയാണ്. അത് നമ്മൾ വരയുമ്പോഴത്തേനും കുറച്ച് നമ്മൾ ആലോചിച്ച് സൂക്ഷിച്ച് വരയ്ക്കുക. ഈ ഡോട്ടൊക്കെ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഡോട്ടൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് എങ്ങനെ ഷെയർ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ആ ഡോട്ടൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്
പെൻസിൽ യൂസ് ചെയ്ത് ആദ്യം വരയ്ക്കുക. അപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് ചെയ്തിട്ട് വീണ്ടും വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 2 മാർക്ക് 3 മാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡോട്ട് സ്ട്രക്ചർ വെച്ച് വരയ്ക്കാം. ഡോട്ട് സ്ട്രക്ചർ എന്ന് കണ്ട് ക്വസ്റ്റ്യനിൽ ഡോട്ട് സ്ട്രക്ചർ ഇരുന്നാൽ ഡോട്ട് സ്ട്രക്ചർ തന്നെ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ ഡോട്ട് സ്ട്രക്ചർ ഇല്ല, ഡ്രോ ദി സ്ട്രക്ചർ എന്ന് മാത്രം ഇരുന്നാൽ സ്ട്രക്ചർ മാത്രം, ഞാൻ ഫസ്റ്റ് ബോണ്ടിങ് വരച്ചില്ലേ അത് മാത്രം വരയ്ക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയ്ക്കും ബൈ.